ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡേസി എനിക്കറിയാം, നല്ല കുട്ടിയാ. ചേട്ടന് ഇഷ്ടമാണെങ്കിൽ. ഓ അത് ശരി, ആങ്ങളയ്ക്ക് വക്കാലത്തോട്ട് എത്തിയതാണല്ലേ? ആങ്ങളെ മാത്രം ഇറക്കി വിട്ടാ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അത് ശരി, അപ്പൊ പുറത്തേക്ക് പോകേണ്ടവരുടെ ആളെണ്ണം കൂടുകയാണല്ലോ. അത് പിന്നെ അച്ഛാ. നിർത്തടി, പൊക്കോണം എന്റെ മുമ്പിൽ നിന്ന്. മക്കളും വേണ്ട, ഭാര്യയും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം ഈ മഹേന്ദ്രന്. കേട്ടല്ലോ, ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ആൾക്കാർ മാത്രം മതി ഈ വീട്ടില്. ചെറിയൊരു വിഷയം നടന്നിട്ടുണ്ട്, അതും പോലീസ് സ്റ്റേഷനില്. എന്താ പ്രശ്നം? കളക്ടറെ വെടിവെച്ച കേസിലെ പ്രതി ചെമ്പല്ലി രാജു വെടിയേറ്റ് മരിച്ചെന്നാ കേട്ടത്. കോടതിയിലേക്ക് കൊണ്ടുപോകാനായി ഇറക്കിയപ്പോഴാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അടി എന്താണെന്ന് വെച്ചാ, എല്ലാം ചെയ്യിച്ചത് ശിവൻകുഞ്ഞാണെന്ന രീതിയിൽ മൊഴി നൽകിയിട്ടാണ് ആള് പോയിരിക്കുന്നത്. എന്തായാലും ശിവൻകുഞ്ഞിനെതിരെ ഒരു അന്വേഷണം ഉണ്ടാവും. എന്തിന്? വല്ല കാട്ടുകള്ളന്മാരും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഞാനതിന് പിന്നാലെ പോണോ? അവൻ മൊഴി നൽകിയിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നീ മാറി നിൽക്കണം ശിവ. ഇല്ലെങ്കിൽ എല്ലാവരും കൂടി നിന്നെ ഇതിൽ പെടുത്തും. ചെയ്യാത്ത കുറ്റത്തിന് ഒളിവെപ്പാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. അങ്ങനെ ഒളിച്ചു പോയിട്ടൊരു ജീവിതവും ശിവനില്ല. നേരെ വാ, നേരെ പോ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്നെ ആരും നിർബന്ധിക്കണ്ട. കുഞ്ഞേ, ഇത് ചതിയാ. കുഞ്ഞിനെ ജയിലിൽ കയറ്റി ജീവിതകാലം മുഴുവൻ ജയിൽ പുള്ളിയാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രപരമായ ചതി. ഇതിൽ വീട് കൊടുക്കരുത്. മോനെ, ശരിയാ മോനെ. ചിലപ്പോ നീ ഡെയ്സി കല്യാണം കഴിക്കുന്നു പറഞ്ഞതിന് ഡെയ്സിയുടെ വീട്ടുകാരൊപ്പിക്കുന്ന പണി തന്നെയായിരിക്കും ഇത്. മോനെ ശിവ, വെറുതെ എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെന്ന് തല വെച്ച് കൊടുക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ഉമ്മാക്കി കണ്ടുകൊണ്ടൊന്നും ഞാൻ തീരുമാനിച്ച കാര്യത്തിൽ നിന്നൊന്നും ഞാൻ പിന്തിരിയില്ല. ശക്തമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആരെ എതിർക്കാൻ വരുന്നേന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിക്കടാ മോനെ. നിന്നെ എതിർക്കാൻ വരുന്നത് നീ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോകുന്ന ആ പെണ്ണിന്റെ അപ്പം തന്നെയാ, ആ യോഹന്നാൻ. സ്വാമി, എനിക്ക് വെച്ച പണികളൊന്നും ഏക്കാതെ വന്നപ്പോ എന്റെ മകനെ തകർത്ത് എന്നിൽ നിന്നും എന്റെ മകനെ പറിച്ചു മാറ്റാൻ അവനും അവന്റെ ആ തലതെറിച്ച സന്താനവും കൂടി ഒരുക്കി മിനിക്ക് കൊണ്ടുവന്നതാ ഈ ചെമ്പല്ലി രാജുവിനെ. എന്നിട്ട് എവനെതിരെ മൊഴി കൊടുപ്പിച്ചതിന് ശേഷം അവനെ അവരങ്ങ് കൊന്നു. എന്തിനാ? കുറ്റം എവന്റെ തലയിലാക്കാൻ.